ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയുടെ കുഞ്ഞിനെ ഉപദ്രവിക്കാനായിട്ട് വന്നതാണ് സരയുവും സരയുവിൻ്റെ അപ്പനും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് കല്യാണി ആരാണെന്നും കല്യാണിയുടെ പവർ എന്താണെന്നും അവരെല്ലാവരും തിരിച്ചറിയുന്നത്. എന്തായാലും അധികം താമസിയാതെ സത്യങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. കല്യാണി സംസാരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് വീട്ടിൽ വന്ന് നെഞ്ചു പൊട്ടിയിരിക്കുകയാണ് അപ്പനും അമ്മയും മകളും. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുമെന്നോർത്ത്. ഇത്രയും കാലം എന്തെല്ലാം നേടിയാലും അവൾക്ക് ശബ്ദമില്ലായിരുന്നല്ലോ എന്നുള്ളൊരു ഒറ്റ ഒരു ആശ്വാസത്തിലാണ് ഇവർ നിന്നിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് അതും ആശ്വസിക്കാൻ പറ്റില്ല. കല്യാണിക്ക് ശബ്ദമായി, കല്യാണിക്ക് ഇപ്പം കോടാനുകോടി രൂപയുടെ മുതലായി, കുഞ്ഞായി, മറ്റ് സൗഭാഗ്യങ്ങളെല്ലാമായി. അങ്ങനെ കല്യാണി ജീവിതത്തിൽ വെച്ചടി ഉയരുന്നത് കണ്ട് ഇവറ്റകളുടെ എല്ലാം സ്വഭാവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് മനുവിനോട് കാര്യങ്ങൾ പറയുക കല്യാണിക്ക് ശബ്ദം കിട്ടിയതിനെപ്പറ്റി. അന്നേരം മനു പറഞ്ഞു തനിക്ക് ഇതിനു മുന്നേ സംശയം ഉണ്ടായിരുന്നു എന്ന്. അവൾക്ക് ശബ്ദം കിട്ടി എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. കാരണം കല്യാണി ആരോടോ ഉമ്മറത്തിണ്ണയിൽ നിന്ന് സംസാരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. അന്നെന്താ മനുവേട്ടൻ ഇതൊന്നും പറയാതിരുന്നത് എന്ന് സരിയു ചോദിച്ചപ്പോൾ അത് സത്യമാണോ അല്ലയോ എന്നറിയാതെ പറയുന്നത് എങ്ങനെയാ? അഥവാ ഇനി ഞാനത് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളെല്ലാവരും ചേർന്ന് അത് എൻ്റെ തോന്നലാണെന്നല്ലേ പറയുള്ളൂ. പ്രകാശൻ അത്ര ഉറപ്പോടുകൂടി പറഞ്ഞിട്ട് പോലും നിങ്ങളത് വിശ്വസിച്ചില്ലല്ലോ. ഇപ്പോൾ സ്വയം അവളുടെ ശബ്ദം നേരിൽ കേട്ട് കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾ വിശ്വസിച്ചത് എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടൊക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുക. ഇനിയിപ്പോൾ എന്തായാലും കല്യാണിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടാതെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ ഓരോന്ന് തേടി നടക്കാതെ അവനവന് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ കിട്ടേണ്ടതായ സൗഭാഗ്യങ്ങളെല്ലാം നേടിയെടുക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ശാരി മകളെ ഉപദേശിക്കുക. എന്താ, മനുവിനെ സോപ്പിട്ട് എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് പോകണം. അപ്പോഴേക്കും സരയുവിന് നിർബന്ധമായി എങ്ങനെയും പോകണം. എന്നിട്ട് മനുവിനോട് പറയുവാണ്, മനുവേട്ടാ നമുക്കിനി ഈ നാട്ടിൽ നിൽക്കേണ്ട മനുവേട്ടാ, നമുക്ക് പോകാം മനുവേട്ടാ, നമുക്ക് പോകാം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല മനുവേട്ടാ എന്നും പറഞ്ഞുകൊണ്ട്. അന്നേരത്തേക്ക് മനു പെട്ടു. ദൈവമേ, ഇപ്പോൾ പറയാൻ പോയത് അബദ്ധമായോ എന്നുള്ള രീതിയിൽ മനു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ പോയാൽ മതി അമേരിക്കയ്ക്ക് പോയാൽ മതി എന്നുള്ളൊരൊറ്റ വാശിയിലാണ് സരയു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഒരു തരത്തിൽ എന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സരയോ, അങ്ങനെയൊന്നും ഇപ്പോൾ ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെന്ന്, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞും കേട്ട് സരയുവിനെ പാട്ടിലാക്കി ഇങ്ങനെ ആക്കി എടുക്കും ആശ. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു. ഈ സമയത്താണ് താര നമ്മുടെ രൂപ വിളിപ്പിച്ചിട്ട് രൂപയെ കാണാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ രൂപയെ കാണാൻ ചെന്ന താരയോട് ഇത്തവണ നമ്മുടെ രൂപ വളരെ സ്നേഹത്തോടു കൂടിയാട്ടോ ഇടപെട്ടത്. കയറി വരാൻ പറഞ്ഞിരുത്തി സംസാരിക്കുന്നു, അങ്ങനെയെല്ലാം പറഞ്ഞു. വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്നോട് ക്ഷമിക്കണമെന്നും എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ് ചന്ദ്രേട്ടനോട് ഞാൻ കാണിച്ചതുപോലെ തന്നെ നിന്നോടും കാണിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞു. നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറയുമ്പോൾ താരെങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിച്ച് പറയുവാണ്, ഒരിക്കലും ആ സാറെന്നെ ചതിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതെനിക്ക് ഇപ്പം മനസ്സിലായി, അതറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ താരയോട് ഇങ്ങനെ നമ്മുടെ രൂപ പറയുക. പക്ഷേ അന്ന് അതെല്ലാം വിശ്വസിക്കാൻ അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നിൻ്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ നോക്കിക്കോളാം, ഇരുചെവി അറിയാതെ നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് ചന്ദ്രേട്ടൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിലേക്ക് വന്നത്. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനാണ് നിന്നെ ചതിച്ചത് എന്നുള്ളത്. ആ ഒരു ദേഷ്യത്തിലും പകയിലുമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടന്നതെന്നും പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ആങ്ങളെയും പറഞ്ഞു അദ്ദേഹം തെറ്റുകാരനാണ് എന്ന്. അപ്പോൾ ഞാനത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും താര കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ആംഗ്യങ്ങളൊക്കെ കാണിച്ച് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുക. അങ്ങനെ അയാളുടെ ഭാവി അല്ലെങ്കിൽ അയാളുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ സംരക്ഷിച്ചോളാം എന്നുള്ള കാര്യം സേനൻ സാറ് തന്നോട് പറഞ്ഞത്. അത് മുഴുവൻ മേഡം കേട്ടില്ല, പകുതി കേട്ടതിൻ്റെ ആണെന്നൊക്കെയുള്ള ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറയണു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രൂപ പറഞ്ഞു, എന്നോട് ക്ഷമിക്കും, ഇപ്പം എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി, ഇനി ഞാൻ ഒരിക്കലും നിന്നോടൊന്നും അപമര്യാദയായിട്ട് പെരുമാറില്ല, ചെയ്തു പോയ തെറ്റിനൊക്കെ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാപ്പപേക്ഷയും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ നടന്നു. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം സംഭവിച്ചു കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടികളൊക്കെ ഇങ്ങനെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാഹുൽ ഇങ്ങനെ അവിടെ അറുമാതിച്ചിങ്ങനെ നടക്കുന്നത്. എന്താ, എങ്ങനെയെങ്കിലും മരുമോനെ സോപ്പിട്ട് നാട്ടിൽ നിന്ന് മുങ്ങണം, അപ്പോൾ തൻ്റെ തലയിലേക്ക് ഇനി അടുത്തത് വരുമെന്നുള്ള കാര്യം ഇങ്ങനെ അറിയുക. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മുടെ രൂപ നേരെ ഈ പറയുന്ന രാഹുലിനെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരെയും കൂടെ
പാത്രത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊല്ലാനുള്ള കലിപ്പോട് കൂടിയാണ് നമ്മുടെ രൂപ അങ്ങ് ചെല്ലുന്നത്. ചെന്നിട്ടും രൂപ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ. അപ്പോൾ താരയോടും പറഞ്ഞു, ഈ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞതായിട്ട് ഒരിക്കലും ആരും അറിയരുതെന്നും, അതുപോലെ പ്രത്യേകിച്ച് രാഹുലിൻ്റെ ഫാമിലിയും ഒരു കാരണവശാലും അറിയരുത്. അത് പിന്നീട് എൻ്റെ ചന്ദ്രേട്ടനും അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ നാശമായി തീരും, അവരുടെ ജീവൻ തന്നെ ആപത്തിലായി മാറും. അതുകൊണ്ട് ഒരിക്കലും അവരാരും അറിയരുതെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ താര പറഞ്ഞു തൻ്റെ നാവിൽ നിന്ന് ഒരിക്കലും ഇതൊന്നും പുറത്ത് പോകില്ല എന്ന്. അങ്ങനെ താര ആ ഒരു സത്യമൊക്കെ നമ്മുടെ രൂപയ്ക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടാട്ടോ രൂപ ഇങ്ങനെ ഇവരെ കാണാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ രൂപ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രൂപയോട് മാക്സിമം കൂട്ടി പറയണമെന്നും അതുപോലെ രൂപയെ ചേർത്ത് പിടിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയും രൂപയുടെ മുന്നിൽ. കാരണം സ്വത്തടിച്ച് മാറ്റിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ രൂപയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇവർ എല്ലാവരും കൂടെ ചെന്ന്. രൂപ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, നീ അറിഞ്ഞോ രൂപ, അവൾക്ക് ശബ്ദം കിട്ടിയത് അറിഞ്ഞോ എന്ന് ചോദിച്ചു. ആർക്ക്? ആ കല്യാണി എന്ന് പറയുന്നവൾ സംസാരിച്ച് തുടങ്ങിയ ആൻറ്റി. പിന്നെ കള്ളം പറയരുതെന്ന് പറഞ്ഞു രൂപ. അപ്പോൾ ആൻറ്റി ഇതൊന്നും അറിഞ്ഞില്ലേ? ഞാനെന്താ അവരുടെ കാര്യം അന്വേഷിച്ച് നടക്കുകയാണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ, ആൻറ്റി അവൾ സംസാരിച്ചു, ഞാനിന്ന് ചുമ്മാ അതുവഴി പോയപ്പോൾ അവൾ എന്നെ ഉപദ്രവിച്ചു ആൻറ്റി. ചുമ്മാ അതുവഴി പോയപ്പോൾ അവൾ നിന്നെ ഉപദ്രവിച്ചോ? അതെന്തിനാ നീ ചുമ്മാ അതുവഴി പോയത്? നിനക്കെന്താ ഇതിലെ പോകാൻ വഴിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രൂപ ഇങ്ങനെ ചോദിക്കുമ്പോൾ പപ്പപ്പ വയ്ക്കുക, എൻ്റെ രൂപയെ ഒന്നും പറയണ്ട, ഇവളുടെ ഒരു ബുദ്ധിമോശത്തിന് വേണ്ടി ഇവൾ അവിടെ ഒന്ന് കയറിപ്പോയി. എവിടെ? അവരുടെ വീട് വരെ. നിനക്കെന്താ നാണമില്ലേ? നീ എന്തിനാ അവരുടെ വീട്ടിൽ പോയത്? എന്താ ആ കുഞ്ഞിനെ വല്ല ഉപദ്രവിക്കാൻ പോയതാണോ എന്ന് ചോദിച്ചപ്പോൾ, ഏയ് അതിനൊന്നുമല്ല, അങ്ങനെ ആ കുഞ്ഞിനെ ഉപദ്രവിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ ഈ സരയു കയറി വന്നതും സരയു കുഞ്ഞിന് നേരെ ആക്രമണം നടത്തിയതും ഒക്കെ നമ്മുടെ കല്യാണി രൂപയോട് പരമാർത്ഥമായിട്ട് വെട്ടി തുറന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇതുങ്ങൾ അറിയുന്നില്ലല്ലോ. ഞങ്ങൾ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല, മോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇവളത് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവളത് ചെയ്തോ എന്ന് ഞാൻ ചോദിച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ അന്നേരം പറയുക, അങ്ങനെ ആ കുഞ്ഞിനെ എന്തിനേലും ഉപദ്രവിക്കാൻ ചെന്നതായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ കല്യാണി ഒരിക്കലും നിൻ്റെ കുത്തിന് കയറി പിടിക്കില്ല, നിന്നോട് ആ ഒരു രീതിയിലൊന്നും പെരുമാറില്ല, അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി അവളുടെ സൈഡാണോ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ആരുടെയും സൈഡല്ല, ന്യായത്തിൻ്റെ ഭാഗത്തെ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് രൂപ സരയുവിനോട് പറയുക. ആ കുഞ്ഞിനോട് ദ്രോഹം കാണിച്ചതുകൊണ്ട് നിന്നോട് അവൾ അപമര്യാദയായി പെരുമാറിയെങ്കിൽ അതിലിപ്പോൾ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. എന്തായാലും ആൻറ്റി, ഞാൻ അവിടെ പോയതുകൊണ്ട് അവൾക്ക് ശബ്ദം കിട്ടിയെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അവളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളോട് പോലും അങ്ങനെ ഒരു ദേഷ്യമോ പകയോ ഒന്നും മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന കുട്ടിയല്ല അവൾ. അതുപോലെ തന്നെ അവളുടെയൊക്കെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ് അവൾക്കൊക്കെ ഇങ്ങനെ പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നത്. ഇവിടെയോ നിൻ്റെയൊക്കെ പ്രവൃത്തിയുടെ ഫലമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അങ്ങനെയൊന്നും പറയണ്ട രൂപേ, ആ സേനനെന്ന് പറയുന്നവനെ അവൻ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് മക്കളുടെ മുന്നിൽ നല്ല പിള്ളയായിട്ട് നിൽക്കുകയല്ലേ. എന്തായാലും അവനിട്ടുള്ള പണി നീ കൊടുക്കണം രൂപേ. ആ താരയെന്ന് പറയുന്നവള് അവൾക്കിട്ടും നീ പണി കൊടുക്കണം. 2 പേരും കൂടി നിന്നെ ഒരുപാട് ചതിച്ചതല്ലേ. ഇപ്പോൾ ദേ പുതിയ കഥയൊക്കെ ഇറങ്ങാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ രൂപേ. അവർക്ക് 2 പേർക്കും കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അവളുടെ കുഞ്ഞ് രാഹുലേട്ടൻ്റെ കുഞ്ഞാണെന്ന് വേണമെങ്കിൽ അവൾ പറഞ്ഞു കളയും. വേണമെങ്കിൽ ഈ നിൽക്കുന്ന സരയുവാണെന്ന് പോലും അവൾ പറഞ്ഞു കളയും. അതിനൊന്നും അവൾക്ക് മടിയില്ലാത്തവളാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടപ്പോൾ, അല്ലെങ്കിലും സത്യങ്ങളൊക്കെ എനിക്ക് അറിയാമടി, എൻ്റെ മുന്നിൽ നീയൊന്നും ഒരുപാട് കിടന്നങ്ങ് നെകളിക്കല്ലേടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപമാനസിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. രൂപേ, നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചപ്പം, അങ്ങനെ ആരൊക്കെ എന്തൊക്കെ നുണ പറഞ്ഞു എൻ്റെ മുന്നിൽ വന്നാലും ഞാനതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല ഏട്ടത്തി. അങ്ങനെ വിശ്വസിക്കാനായിരുന്നെങ്കിൽ എന്നേ വിശ്വസിക്കാമായിരുന്നു, എന്തെല്ലാം വിശ്വസിക്കാമായിരുന്നു. സത്യമല്ലാത്ത ഒരു കാര്യവും ഞാൻ വിശ്വസിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ അന്നേരം പറഞ്ഞു, ഞങ്ങൾക്കുള്ള ഏക ആശ്വാസവും അത് തന്നെയാണ്. സത്യമല്ലാതെ നീ മറ്റൊന്നും ചെയ്യില്ലല്ലോ, സത്യത്തിനപ്പുറം നീ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തുമില്ലല്ലോ, ആ ഒരു സമാധാനമേ ഉള്ളൂ ഞങ്ങൾക്കെന്നും പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ പറയുക. എന്തായാലും ഞാൻ ഒന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ അകത്തേക്ക് കയറിപ്പോയി. രൂപ അന്നേരം ഈ താരയോട് പറഞ്ഞു, നീ നേരിട്ട് അവരുടെ വീട്ടിൽ പോകണമെന്നും രാഹുലിനെ നേർക്ക് നേരെ കാണണമെന്നും രാഹുലുമായി സംസാരിക്കണമെന്നുള്ള കാര്യം. എന്തായാലും നമ്മുടെ രൂപ പറഞ്ഞതുപോലെ തന്നെ താര ഇവരുടെ വീട്ടിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാഗ്യത്തിന് താരയെ കാണുന്നത് രാഹുൽ അങ്ങ് കയറി, ഈ താര കയറി വരുന്നത് കണ്ടുകൊണ്ട് രാഹുൽ അങ്ങ് ഇറങ്ങിച്ചെന്നു. എങ്ങോട്ടാടിയോ കയറി വരുന്നതെന്ന് ചോദിച്ചു. എനിക്ക് എൻ്റെ മോളെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ, നിൻ്റെ മോൾ എവിടെ? നിന്റെ ഒരു മോൾ ഇവിടെ ഇരിപ്പില്ല, നിൻ്റെ മോൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി കാണാൻ പറഞ്ഞു.
അപ്പോഴേക്കും താര ഭയങ്കരമായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഏതാണ്ടൊക്കെ കാണിക്കുവാണേ. ദേ നീ കണ്ടവരുടെ കൂടെ അഴിഞ്ഞാടി നടന്നിട്ട് അതെല്ലാം എൻ്റെ തലയിൽ വെച്ച് കെട്ടി തരാമെന്ന് വെച്ചാലേ അതൊന്നും നടക്കണ കാര്യമല്ല കേട്ടോടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. നിന്റെ കുഞ്ഞും നിന്റെ ആരും ഇവിടെ ഇല്ല. ദേ നിന്റെ ജീവിതം നശിപ്പിച്ചവനെ അവിടെയുണ്ട്, അങ്ങോട്ടേ എല്ലാം പറഞ്ഞു. അപ്പോഴേക്കും താര ഈ രാഹുലിൻ്റെ കുത്തിന് കയറി അങ്ങ് പിടിച്ചു. ഇവനെ അവിടെ ഇട്ട് വലിച്ച് കീറുക. അപ്പോൾ ഇത് പെട്ടെന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന മനു കണ്ടു. അപ്പോഴേക്കും അമ്മായച്ചൻ ആൾ കോഴിയാണെന്നുള്ള കാര്യം മനുവിന് മനസ്സിലായി. അങ്ങനെ മനു ഇവർ തമ്മിലുള്ള ആ ഒരു പ്രവർത്തികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. താര ഇങ്ങനെ കയ്യും കാലൊക്കെ എടുത്ത് പറയുമ്പോൾ രാഹുലാണെങ്കിൽ നീ എന്നെ വിട്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, കൈവിട്ട് പോയി അതാണ് ഇതാണ്, നീ എന്നെ ചതിക്കരുത്, എൻ്റെ മോളെ നീ എന്നിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകരുത്, എൻ്റെ കുടുംബം തകർക്കരുത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കാലെ പിടിക്കലും അയ്യോഭാവം പറിച്ചിലും ബഹളവും കാര്യങ്ങളും ഒക്കെ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ താര ആരാ പൊന്നുമോള്? താര പറഞ്ഞു എനിക്കെൻ്റെ കുഞ്ഞിനെ ഇപ്പം വേണം, നിൻ്റെ ചതി ഞാൻ എല്ലാവരോടും ഇപ്പം പറയുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോഴേക്കും നമ്മുടെ രാഹുലിൻ്റെ പിടി വിട്ടു. എന്തായാലും അമ്മായച്ചൻ ആൾ പുലിയാണെന്നുള്ള കാര്യം മനു തിരിച്ചു പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.